മിസസ് സുജാത, നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. നിങ്ങളുടെ മകന്റെ പേരിൽ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളൊക്കെ ഉണ്ടായാലും അയാൾ ഡിവോഴ്സ് മനസ്സാലെ തരണമെന്നില്ല. മാത്രമല്ല, ഇതൊരു റിസ്കി ഫാക്റ്റാണ്. തൽക്കാലം ഈ പെൺകുട്ടി അത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നതാ. അവൻ അവളെ കൊല്ലും സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അയാളുടെ പേരിൽ ഒരു പെറ്റീഷൻ കൊടുക്കുന്നതല്ലേ നല്ലത്. നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരുമൊക്കെ അയാൾക്കെതിരെ മൊഴി കൊടുക്കുകയാണെങ്കിൽ അയാൾക്കെതിരെ തീർച്ചയായും നടപടി ഉണ്ടാവും. അങ്ങനെ ഒരു നടപടി കൊണ്ടൊന്നും കാര്യമില്ല സർ. എനിക്കവനെ നിത്യയുടെ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റിയേ പറ്റൂ. നിത്യയ്ക്കൊരു ജീവിതം ഉണ്ടാക്കിയേ പറ്റൂ സർ. നിയമത്തിന്റെ നൂലാമാലകൾ എനിക്ക് ഒരുപാട് അറിഞ്ഞൂടാ. പക്ഷെ ഒരമ്മയുടെ വേദനയാണ് സർ. സാറ് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരണം. ഡിവോഴ്സ് പേപ്പർ കാണിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഹരിയുടെയും നിത്യയുടെയും വിവാഹം നടത്താൻ എനിക്ക് പറ്റും. അത് കഴിഞ്ഞ പിന്നെ അവളുടെ ജീവിതം സേഫാണ് സർ. സാർ ഒന്ന് പേപ്പറുകൾ ശരിയാക്കി തന്നാ മതി. അവനെ കൊണ്ട് ഞാൻ ഒപ്പിടി വെപ്പിച്ചോളാം. എങ്ങനെ? അയാൾ അതിന് തയ്യാറാവില്ലല്ലോ. തയ്യാറാവും സർ. നിത്യ അടക്കം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഹരിയുമായുള്ള വിവാഹത്തിന് എന്തും ചെയ്യാമെന്ന് അവൻ പറഞ്ഞതാ. അവന്റെ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കും സർ. അത് വെച്ച് ഒപ്പിട്ട് വാങ്ങിക്കാൻ എനിക്ക് സാധിക്കും. ഒരു മ്യൂച്വൽ പെറ്റീഷനിൽ അങ്ങനെ ഒപ്പിടിപ്പിച്ചാൽ പോലും അത് കഴിഞ്ഞു വരുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ഫാമിലി കോർട്ടിൽ വിളിപ്പിക്കും. എങ്ങനെയെങ്കിലും ഒത്തുപോവാൻ സാധ്യതയുണ്ടോന്ന് അവർ ചെക്ക് ചെയ്യും. ഒരു സമയം നിശ്ചയിച്ച് അതിനുള്ളിൽ അവർക്ക് കൂടിച്ചേരാൻ പറ്റുമോ എന്ന് പരിശോധിക്കും. ഈ സമയങ്ങളിൽ ഈ പറഞ്ഞതൊക്കെ ഇല്ലാതാവും. ഒരു ഭ്രാന്തന്റെ കൂടെ ഒരു പെൺകുട്ടി ജീവിച്ചോളണമെന്ന് വിധിയൊന്നും വരില്ലല്ലോ. ഒരു കൊലപാതകം ചെയ്യാൻ മടിയില്ലാത്തവന്റെ കൂടെ ഒരു പെൺകുട്ടി ആയുസ് ഒടുങ്ങുന്നത് വരെ നിന്നോളണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ സർ. തൽക്കാലം അവനെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കാനുള്ള പേപ്പറുകളൊന്ന് ശരിയാക്കി തരൂ. ബാക്കി ഞാനും എന്റെ ഭർത്താവും കൂടി നോക്കിക്കോളാം. അദ്ദേഹം തിരിച്ചു വന്നിട്ട് സാറിന്റെ അടുത്തേക്ക് ഞാൻ വരാം. ശരി, പേപ്പറുകൾ ഞാൻ ശരിയാക്കി തരാം. ഒപ്പിടിപ്പിക്കേണ്ടതും തുടർന്നുള്ള നടപടികൾ കൈകാര്യം ചെയ്യേണ്ടതും നിങ്ങളുടെ ഭാഗമാണ്. നിയമത്തിന്റെ കാര്യം മാത്രമേ എനിക്ക് കൈകാര്യം ചെയ്യാനാവൂ. മതി സർ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെ, ഞാൻ പേപ്പർ ശരിയാക്കിയിട്ട് പറയാം. അമ്മയുടെ ഐഡിയ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നിത്യയുടെ മുമ്പിൽ നല്ലവനാവാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ വിവാഹത്തിന് മുന്നിൽ നിന്നത്. അക്കാര്യത്തിൽ നീ സത്യസന്ധനായിരുന്നെന്ന് അവൾക്ക് തോന്നിക്കോട്ടെ. ഒപ്പിടുമോനെ. സമാധാനമായി. നന്നായി അമ്മേ, വളരെ നന്നായി. താങ്ക്സ്. അവസാനം നീ എന്നെ കൊണ്ടിത് ചെയ്യിച്ചല്ലോ മോളെ. നിന്നെ തൊട്ട് നോവിക്കാൻ പോലും ഒരാളെ സമ്മതിക്കാത്തവളാ ഞാൻ. എന്നിട്ട് എന്റെ കൈ കൊണ്ട് അമ്മ തല്ലിക്കും.
അതല്ലെങ്കിലും ജയിക്കാൻ തീരുമാനിച്ചവരൊക്കെ നല്ല ഒതുക്കിയല്ലേ ചെയ്യാറ്. അമ്മ കൂടി ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു പ്രതീക്ഷ. അതും പോയല്ലോ. വേണ്ട, നിന്റെ സംസാരം കേട്ട് എനിക്ക് എന്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല. ഇതിവിടെ ഇരിക്കും. 2 ദിവസത്തിനുള്ളിൽ നീ കൃത്യമായ ഒരു തീരുമാനം എടുത്തിരിക്കണം. ഇതിലൊപ്പിട്ടിരിക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. ഉം.